ഒരു ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം, സർവകാര്യങ്ങൾ. അപ്പോൾ ആ സമൻസിൽ എനിക്കെതിരായിട്ടുള്ള കേസ് കള്ളപ്പണമൊന്നുമല്ല. കാരണം ആ കേസ് നിലനിൽക്കുന്നില്ല. കള്ളപ്പണം പറഞ്ഞ കിഫ്ബി പണം KYC നടത്തി കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് വഴിയേ സ്വീകരിക്കത്തുള്ളൂ. ഇത് കിഫ്ബിയിൽ നിന്ന് പുറത്തു പോകുന്നതോ ഓൺലൈനായി ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വേറെങ്ങും പോകുന്നില്ല. അതിനിടെ ഇവിടെ കള്ളപ്പണം വരുന്നത്. അതുകൊണ്ട് ED ഉണ്ടാക്കിയത് കേസാണ് ഫെമ ലംഘനം എന്നുള്ളത്. മസാല ബോണ്ട് ഇറക്കുന്നതിന് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് അധികാരമില്ല, അനുവാദമില്ല എന്ന് നമ്മൾ കോടതിയിൽ ഒരു കാര്യം പറഞ്ഞത്. ED അല്ല ഫെമ നിയമം നോക്കേണ്ട ഏജൻസി, അത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിന് എന്തെങ്കിലും പരാതിയുണ്ടോ? റിസർവ് ബാങ്ക് ഒരു വർഷത്തിലേറെ എടുത്ത് റിപ്പോർട്ട് നൽകാനായി. റിസർവ് ബാങ്ക് സമ്മതിച്ചു, അവർ അനുവാദം നൽകിയിട്ടുണ്ട്, NOC നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇഴഞ്ഞ് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും കേസ് തള്ളി. ഇത് കാണിക്കുന്നത് ഒരു തെളിവും ഇല്ലാതെ, അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, ഒരു തെളിവും ഇല്ലാതെ ആളുകളെ ചെളിവാരി എറിയുന്നതിന് വേണ്ടി ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. കോടതിയിലെ ഒരുന്ന് പറഞ്ഞെന്നാ കേട്ടത് ഞാൻ. എന്തോ അവർക്ക് കൂടുതൽ വിവരങ്ങളുണ്ട്. കോടതി പറഞ്ഞു, കോടതിക്ക് കണ്ട കക്ഷിയോട് വേണമെങ്കിൽ പറ എന്താ വിവരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മേടിക്കുന്നു. അപ്പോൾ ഒരു തെളിവും ഇല്ലാതെ ഒരു ധനകാര്യ സ്ഥാപനത്തെ, അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഇത്രയും നാള് ചോദ്യം ചെയ്യുക, വേട്ടയാടുക, ഇതൊക്കെ വലിയ അധപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാകാം എന്നുള്ളൊരു ചിന്തയിലാണ്. അതിനിടെ ED പിന്താങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരും UDF അവരാഘോഷമൊക്കെ ഇടുന്നതല്ലേ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സാമാന്യ ബുദ്ധി വെച്ച് ഉണ്ടെങ്കിലും മനസ്സിലാവുന്ന കാര്യമില്ല. ഞാൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും പറയുന്നില്ല. UDF മൊത്തത്തിൽ ഇത് ആഘോഷിക്കുകയായിരുന്നില്ലേ? ഇപ്പം എന്താ ഇത്? എന്തായിരുന്നു ലക്ഷ്യം? ലക്ഷ്യം രണ്ടാ. ഡൽഹിയിലിരിക്കുന്നവരുടെ ചിന്തയുണ്ടല്ലോ, ഇത്രയും വലിയ തുകയല്ലേ, 10-70,000 കോടി രൂപ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തടയുന്നു. രണ്ടാമത്തത് കിഫ്ബിയെ തകർക്കാന്നുള്ളതാണ്. ആ പണി ഇപ്പോഴും തുടരുക. ED പോയാലും തുടരുകയാണ്. CAG വന്നു, ED വന്നു, ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ കേസിൻ്റെ വിധി പോലിരിക്കും കിഫ്ബിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ അത്താണിയാവുന്ന ഒന്ന് തിരിഞ്ഞു നോക്കുന്ന കേരളത്തിൽ എത്ര റോഡുകൾ, പാലങ്ങൾ, നിർമ്മിതികൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ ഇതുപോലെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം? അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുക, ഇത് ഏറ്റവും പ്രതിഷേധകരമാണ്. ഏതായാലും നീതി ലഭിച്ചിരിക്കുന്നു. വളരെ ചോദ്യമുണ്ട്, ചോദിച്ചു ഇല്ലെങ്കിൽ എല്ലാം പറഞ്ഞു. കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ അന്വേഷണത്തിന് തെളിവുകളില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് തോമസ് ഐസക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കിഫ്ബിയെ തകർക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ED കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും ഫെമ നിയമലംഘനമാണ് ആരോപിച്ചത്. എന്നാൽ ഫെമ നിയമത്തിലെ പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടത് ED അല്ല, റിസർവ് ബാങ്കാണ്. അത്തരത്തിൽ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഇതിൽ പരാതിയില്ല എന്നും തോമസ് ഐസക് പറയുകയാണ്.